എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് KCF 2007 പഠിക്കാൻ പോകുന്നത്. KCF എന്നാൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. 2005 പുറത്തിറങ്ങിയ NCF അടിസ്ഥാനമാക്കിയിട്ടാണ് 2007 KCF നിലവിൽ വരുന്നത്. 2005 NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പുറത്തു വരുമ്പോൾ അത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഒന്നാകെയുള്ള വിദ്യാഭ്യാസ നയം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി എങ്ങനെയായിരിക്കണം എന്നാണ് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിലെ പാഠ്യപദ്ധതിയെ പുതിയതായിട്ട് രൂപവൽക്കരിക്കുകയാണ് KCF 2007 ചെയ്യുന്നത്. ഇതിൽ നമുക്കറിയാം ഹോളിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, ജ്ഞാനനിർമ്മിതിവാദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അറിവിൻ്റെ നിർമ്മാതാക്കളാക്കിയിട്ട് കുട്ടികളെ മാറ്റുന്ന രീതി, അതുപോലെ കുട്ടികളിലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പഠന രീതി, ഇതൊക്കെയാണ് നമ്മളുടെ KCF ആണെങ്കിലും NCF ആണെങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് 2007 NCF തുടർന്ന് പിന്നീട് 2007 KCF രൂപപ്പെട്ട് വരുന്നത്. KCF പറ്റി പറയുമ്പം അതിലെ പ്രധാനപ്പെട്ട 3 പില്ലറുകളുണ്ട്. അതായത് KCF 2007 പ്രധാനപ്പെട്ട 3 സ്തൂപങ്ങൾ. അവയാണ് ക്രിട്ടിക്കൽ പെഡഗോഗി, ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം, അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നിവ. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം നമുക്കൊക്കെ നല്ല പരിചയമുള്ളൊരു വാക്കാണ് അല്ലേ. അതിലെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ച സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ പറ്റി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ആശയം? അത് മറ്റൊന്നുമല്ല, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കുക. അവരെ കാര്യങ്ങൾ കാണാപ്പാഠം തോട്ട് ലേണിങ്ങിന് അല്ലാതെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാനൊക്കെ പ്രാപ്തരാക്കുന്ന തരത്തിൽ അവരെ ഉയർത്തുക, അവരുടെ മാനസിക നിലയെ ഉയർത്തുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ സ്വയം ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പഠിക്കുന്ന കാര്യത്തെ അനലൈസ് ചെയ്യാനൊക്കെ ഇതിലൂടെ പ്രാപ്തരാകുന്നു. അടുത്തതാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകം നമ്മുടെ സമൂഹത്തിൽ തന്നെ എടുക്കാം. നമ്മുടെ സമൂഹത്തിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഈക്വാലിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു ആർജവമൊക്കെ കുട്ടികളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന തരത്തിലുള്ള ഒരു കരിക്കുലമാണ്, ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇനി വേണ്ടത് എന്നാണ് KCF 2007 മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഒരു കാര്യം പഠിച്ച് ഇറങ്ങുന്ന കുട്ടി വെറുതെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങുക മാത്രമല്ല, സമൂഹത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും ആ കുട്ടി പ്രാപ്തരാകണം എന്നുള്ളത് കൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എന്ന് പറയുന്ന ഒരാശയം KCF 2007 അതിൻ്റെ അടിസ്ഥാന സ്തൂപങ്ങളിലൊന്നാക്കിയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമത്തെ ആശയം നമുക്ക് സുപരിചിതമാണ്. എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ്? വൈഗോട്സ്കി മുന്നോട്ട് വെച്ചൊരു ആശയമാണല്ലേ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി എന്ന് പറയുന്നത്. അതിലൂടെ കുട്ടികൾ തന്നെയാണ് അറിവിൻ്റെ നിർമ്മാതാക്കളാക്കി മാറുന്നു. അവർ തന്നെ സ്വയം അനുഭവിച്ചും കണ്ടും കേട്ടും നിരീക്ഷണങ്ങളോടെ ഒരു പുതിയ അറിവ് സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണിത്. ഇത്തരത്തിലെ 3 പില്ലറുകളാണ് KCF പ്രധാനമായിട്ടും ഉള്ളത്. അവ ക്രിട്ടിക്കൽ പെഡഗോഗി, ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നിവയൊക്കെയാണ്. നമുക്ക് എന്താണെന്നും കൂടി നോക്കാം. ക്രിട്ടിക്കൽ പെഡഗോഗി എക്സ്പ്ലോർസ് ദ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ്, ലേണർ സെൻറ്റേർഡ് ആൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് ക്ലാസ് റൂം. എന്താണ് അവിടെ പറയുന്നത്? ഒരു സോഷ്യൽ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ഒരു ക്ലാസ് റൂം അപഗ്രഥിക്കുകയാണ്. ആ ക്ലാസ് റൂമിലെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സോഷ്യൽ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് അപഗ്രഥിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ക്രിട്ടിക്കലി നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളെയും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തമാക്കുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാര്യം എന്താണ്? ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം.